അമ്മ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിന് മിക്കവാറും ഒരു ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടാവും. മക്കളെ കൊല്ലുന്ന അമ്മമാരില്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതിലെന്ന് ഗുരു പറഞ്ഞത് മനസ്സിൽ ആ ഉമിത്തിയായിരിക്കണം എന്ന്, സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ശിവൻ ആ വാച്യാർത്ഥത്തിനെടുത്ത് ഒരു കുഴിയെടുത്ത് അതിനകത്ത് ഇറങ്ങി നിന്ന് നിറച്ച് ഉമിയിട്ടിട്ട് കത്തിച്ചു. ദൈവാധീനം എന്ന് പറയുന്നത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു എന്ന് കരുതി ഉണ്ടാവണം എന്നില്ല. ഇല്ല, അമ്പലത്തിൽ പോയതുകൊണ്ട് മാത്രം ദൈവാധീനം ഉണ്ടാവില്ല. അമ്പലത്തിൽ പോകുന്നത് ഒരു സ്റ്റെപ്പ് മാത്രമാണ്. നമുക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്ന് തന്നെ പറയാം. പ്രാർത്ഥിക്കുമ്പോൾ ഞാനും ദൈവവും രണ്ടാണ്. ഞാനും ദൈവവും രണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കളയാം, അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. രണ്ടായിട്ട് നിൽക്കുന്ന സമയത്ത് ചിന്താഗതിയും രണ്ടായിരിക്കും. നമ്മൾ ചിന്തിക്കുന്നത് ദൈവം ചിന്തിച്ചോളം നിർബന്ധം വെക്കാൻ പറ്റില്ല. ഈ ദൈവാധീനം എന്നതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താ? ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അതാണ് ദൈവാധീനത്തിന്റെ പ്രധാന കാര്യം. പക്ഷെ നമ്മളും ദൈവവും ഒന്നായിട്ട് മാറുക, ഒരേപോലെ ചിന്തിക്കുക, ആ ഒരവസ്ഥ വരിക, അതാണ് ദൈവാധീനം. ഇപ്പൊ പക്ഷേ അമ്പലത്തിലും പോവില്ല, എന്നാൽ ചില നല്ല കാര്യങ്ങൾ ചെയ്യുക, അതും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് കാഴ്ചയിൽ പോലും തോന്നും പക്ഷെ അവർക്ക് ദൈവാധീനം ഉണ്ടെന്നും പറയും. അതെന്തുകൊണ്ടാ? ഇപ്പൊ അമ്പലത്തിൽ പോകുന്നില്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ പോലും ചിലർക്ക് ദൈവാധീനം വരും. അതിന്റെ കാരണം അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളല്ലെങ്കിലും അവര് പൈസ മുടക്കി ചെയ്യുന്നുണ്ടാവില്ല നല്ല കാര്യങ്ങൾ, പക്ഷെ അവരുടെ വാക്കുകൾ പലപ്പോഴും ദൈവാധീനം ഉണ്ടാക്കുന്നതായിരിക്കും. ഒരാൾക്ക് വഴി കാണിച്ചു കൊടുത്തു, അത് ദൈവാധീനമുള്ളൊരു കർമ്മ. നേർവഴിക്ക് അയാളെ അയക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് ദൈവാധീനമുള്ള കർമ്മ. അയാളെ വഴി തെറ്റിച്ചയച്ചു പറഞ്ഞാൽ അത് ദോഷം ഉണ്ടാക്കുന്നതാണ്. ഒരാളെ നേർവഴി കാണിച്ചു കൊടുക്കാനുള്ള ശ്രമമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ദൈവാധീനം വരും. അപ്പൊ ഈ നമ്മളെ മുൻജന്മ പാപങ്ങളും ദോഷങ്ങളുമാണ് ഇപ്പൊ ഈ ജന്മത്തിലെ ദൈവാധീന കുറവിന് കാരണം എന്നും സാർ പറഞ്ഞല്ലോ. അതിപ്പോ ശാപം പറഞ്ഞു, അത് എത്തരത്തിലുള്ളതൊക്കെ ആയിരിക്കും? ശാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാതൃശാപം. അമ്മയെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുക, അതാണ് ഏറ്റവും വലിയ ശാപം. ശങ്കരാചാര്യസ്വാമിയോട് പറഞ്ഞിട്ടില്ലേ, ദുഷ്ടന്മാരായ പുത്രന്മാര് അനേകം ഉണ്ടാകാം, എന്നാലും ദുഷ്ടയായിട്ടുള്ള ഒരമ്മ പോലും ഉണ്ടാവില്ല എന്ന്. ആ മാതൃത്വം എന്ന് പറയുന്ന കാര്യം, അതിന്റെ വാത്സല്യം, ഇതൊരിക്കലും ദുഷ്ടത പ്രവർത്തിക്കുന്നതല്ല. പിന്നെ ഈ കാലഘട്ടത്തിൽ അത് പറയാൻ പറ്റുമോ? ഇക്കാലത്ത് എന്നുള്ളതല്ല, അത് ചില ആളുകളുടെ ജാതകത്തില് കഴിഞ്ഞ ജന്മത്തിൽ അത്രത്തോളം അമ്മയെ വേദനിപ്പിച്ചവരാണെങ്കിൽ ഈ ജന്മത്തില് അമ്മയിൽ നിന്ന് അനുഭവിച്ചേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യം ഉണ്ടാകാം. അത് ജന്മാന്തര കർമ്മത്തിന്റെ ഭാഗം കൂടിയാണ്. അല്ല, നമ്മളിപ്പോ അമ്മ എന്നതില് ഇത് പറഞ്ഞല്ലോ, പക്ഷെ എല്ലാ അമ്മമാരും ആ അമ്മ എന്ന വാക്കിന് അർഹരല്ലാത്ത അമ്മമാര് പോലും ഉണ്ട്. അതായാലും വളരെ കുറവായിരിക്കും അത്. ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞത് ദുഷ്ടയായിരിക്കുന്ന ഒരമ്മ പോലും ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക്, അതിനാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. എന്നുവെച്ചാൽ അമ്മ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിന് മിക്കവാറും ഒരു ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടാവും. മക്കളെ കൊല്ലുന്ന അമ്മമാരില്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്. ആ കൊല്ലുന്നതിൽ പോലും ചിലപ്പോൾ നല്ല ഉദ്ദേശം ഉണ്ടാവും. ഞാനൊരു കുറെ അനുഭവിച്ചു, എൻ്റെ കുട്ടിയും കൂടി ഇവിടെ കിടന്ന് അനുഭവിക്കാൻ ഇടവരുത്തല്ലേ എന്നുള്ള സങ്കല്പം ചിലപ്പോൾ ഉണ്ടാകും. അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ചില സങ്കല്പത്തില് ആ ഒരു നന്മ ഉണ്ടാകാം. പിന്നെ അച്ഛൻ്റെ ശാപം, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളോളം പാടുപെട്ട് അധ്വാനിച്ച് പോറ്റി വളർത്തുന്ന അച്ഛൻ, ആ അച്ഛനെ വേദനിപ്പിച്ചാൽ അച്ഛൻ പറയില്ല സാധാരണ, അല്ലെങ്കിൽ അച്ഛൻ വെറും വാക്ക് പറയും. അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു വരും. അത് ചിലരുടെ ശീലം അനുസരിച്ച്. പക്ഷെ അച്ഛൻ ഞാൻ നിന്നെ വളർത്തിയ ഇത്രയും പാടുപെട്ടാണെന്ന് പറയാൻ നിൽക്കില്ല സാധാരണ.
അതിൻ്റെ പിന്നിൽ ആ ഒരു മൗനം, അത് ആ വേദനയായിരിക്കും കാണിക്കുക. അപ്പം അച്ഛൻ്റെ ശാപം അതിൽ പ്രധാനമാണ്. പിന്നെ അതേപോലെ പ്രധാനമാണ് ഗുരുശാപം. ഗുരുക്കന്മാർക്ക് തൻ്റെ കുട്ടികൾ, തൻ്റെ ശിഷ്യർ എത്രത്തോളം വലുതാകണമെന്നുള്ള ചില സങ്കല്പങ്ങൾ ഉണ്ടാകും. ആ സങ്കല്പത്തിനനുസരിച്ചായിരിക്കും അവരെ പോഷിപ്പിക്കാൻ ശ്രമിക്കുക. പക്ഷെ അതിൻ്റെ ഇടയിൽ ശിക്ഷാവിധികളും ഒക്കെ കാണുന്ന സമയത്തും ചിലർക്ക് വിഷമം തോന്നും. ആ വിഷമം തോന്നിക്കഴിയുമ്പോൾ അവർ ചിലപ്പോൾ എതിരായിട്ട് പ്രവർത്തിക്കാം. അതിൽ നിന്നുണ്ടായ ശാപം. കുമാരഗുരുവിൻ്റെ കഥ കേട്ടിട്ടില്ലേ? കുമാരഗുരുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആശാൻ എപ്പോഴും ശിക്ഷ കൊടുക്കും. ചെറിയ തെറ്റിന് വലിയ ശിക്ഷകൾ കൊടുക്കും. ഇതൊക്കെ കണ്ടിട്ട് ഒരു ദിവസം ഈ കുമാരൻ തീരുമാനിച്ചു ഗുരുവിനെ കൊല്ലണം എന്ന് തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് ആ ഗുരുവിൻ്റെ ഗൃഹത്തിലെ മച്ചിൻ്റെ മുകളിൽ കയറിയിരുന്നു ഒരു വലിയ കരിങ്കല്ലെടുത്തുകൊണ്ട്. ഗുരു നേരെ താഴെ വരുമ്പോൾ അത് താഴത്തേക്കിട്ട് ഗുരുവിനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശമായിരുന്നു. അന്ന് മുകളിലിരിക്കുമ്പോൾ ഗുരുവും ഗുരുപത്നിയും കൂടെയുള്ള സംഭാഷണം കേൾക്കുകയാണ്. ഗുരുപത്നി ചോദിക്കുകയാണ് ഗുരുവിനോട്, നിങ്ങൾ എന്തിനാ കുമാരനെ ഇങ്ങനെ വേദനിപ്പിക്കണേ, എത്ര കഷ്ടപ്പെടുത്തുന്നുണ്ട് അവനെ എന്ന് ചോദിക്കുമ്പോൾ ഗുരു പറയണേ, എൻ്റെ വത്സല ശിഷ്യനാണ് അവൻ. അവൻ ഇന്ന തലത്തിലെത്തണം എന്നെനിക്ക് സങ്കല്പമുണ്ട്. അവൻ വളർന്ന് വളരെ വലുതാകേണ്ടവനാ. അവനിൽ ഒരുപാട് കഴിവ് കിടക്കുന്നുണ്ട്. ആ കഴിവ് മുഴുവൻ പുറത്തെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവനെ ഇങ്ങനെ പോഷിപ്പിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ശിക്ഷിക്കുന്നതൊക്കെ. എനിക്ക് അവനോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ മറുപടി കേട്ടപ്പോൾ ഗുരുവിൻ്റെ ആ മറുപടി, സ്നേഹത്തോടുള്ള മറുപടി, അത് കേട്ടപ്പോൾ പശ്ചാത്താപം തോന്നുകയാണ്. ഞാൻ എത്ര ദുഷ്ടവിചാരമാണ് വിചാരിച്ച് എന്ന്. അത് കഴിഞ്ഞ് താഴെ ഇറങ്ങി വന്നതിന് ശേഷം ഗുരുവിനോട് തന്നെ ചോദിച്ചു ഒരു ദിവസം, ഗുരുവിനെ കൊല്ലാൻ ശ്രമിച്ചാൽ എന്താണ് അതിനുള്ള ശിക്ഷ, അതിനുള്ള പ്രായശ്ചിത്തം എന്താണ്? അപ്പൊ ഗുരു പറഞ്ഞു, ആരുടെ കാര്യം നീ പറയണേ? അല്ല, ഞാൻ പൊതുവായിട്ട് ചോദിച്ചതാണ്. ഗുരുവിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും അഭ്യസിച്ച കൂട്ടത്തിൽ ഇതും കൂടി അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അവന് ഉമിത്തിയിലെരിയണം, അതാണ് അതിൻ്റെ പ്രായശ്ചിത്തം. ചില ഉമിത്തിയിലെരിയണം എന്ന് ഗുരു പറഞ്ഞത് മനസ്സിൽ ആ ഉമിത്തിയായിരിക്കണം എന്ന്, അവൻ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ശിവൻ ആ വാച്യാർത്ഥത്തിനെടുത്തു ഒരു കുഴിയെടുത്ത് അതിനകത്ത് ഇറങ്ങി നിന്ന് നിറച്ച് ഉമിയിട്ടിട്ട് കത്തിച്ചു. ഉമിത്തിയിൽ നിന്ന് എരിഞ്ഞടങ്ങി. ആ ഉമിത്തിയിൽ കിടക്കുന്ന സമയത്ത് ആ കത്തുന്ന ആ തീയിൻ്റെ മധ്യത്തിൽ വെച്ച് അയാളൊരു കവിത എഴുതി. ആ കവിത ചൊല്ലിക്കേൽപ്പിച്ചു. മറ്റു ശിഷ്യന്മാർ എഴുതിയെടുത്തു. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സാഹിത്യമായിരുന്നു തമിഴില്. അതാണ് കുമാരഗുരു എന്ന് പറയുന്നത്. കുമാരന്റെ ഗുരുവായിട്ട് എല്ലാവരും കണക്കാക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമിയുടെ അവതാരമാണ് ആ കുമാരഗുരു എന്ന് പോലും പലരും പറയുന്നു. താങ്ക് യു സർ. നമസ്തേ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.